കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് 468 കോടി രൂപ കഴിഞ്ഞ കുറെ കാലമായി ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഇല്ലാതെ അത് മുഴുവനും പൂർണ്ണമായി കൊടുക്കുന്ന സ്റ്റേറ്റ് അല്ലേ കേരളം. 468 കോടി രൂപ കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് മുടങ്ങിയത്. ആ ഇൻസെന്റീവ് കുടിശ്ശിക തീർത്തിപ്പോ കൊടുത്തല്ലോ. കുടിശ്ശിക തീർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴും ബാക്കിയാണ്. കുടിശ്ശിക തീർത്ത് അത് കൊടുത്തിട്ടില്ല, അത് ഇപ്പോഴും ബാക്കിയാണ്. പറഞ്ഞു നിൽക്കാൻ ന്യായങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് ഇവർ ഉന്നയിക്കുന്ന ആവശ്യത്തിന് പിന്തുണ നൽകാനില്ല എന്ന് തന്നെയാണ് താങ്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ശ്രീ ഗോപിനാഥ്. ഇല്ല, ഈ സമരത്തിന് പിന്തുണയില്ല, CITന്റെ പിന്തുണയില്ല. ശ്രീ ഗോപിനാഥ് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയോളം എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പറയുന്നത് മുഴുവൻ കളവാണ്. 468 കോടി രൂപ കേന്ദ്രം കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് കളവാണ്. NHMന്റെ മുന്നിൽ സമരം ചെയ്ത കാര്യം പറഞ്ഞല്ലോ. NHMന്റെ പാർലമെന്റിൽ കൊടുത്ത മറുപടി അനുസരിച്ചാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം 913 കോടി രൂപ അനുവദിച്ചതിൽ 815 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. 97 കോടി രൂപ കൊടുക്കാനുണ്ട്. അതിന് 2 മാസം പെൻഡിംഗ് ഉണ്ട്. ഇത് ജാനുവരി 25 വെച്ചുള്ള കണക്കില് പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്. അപ്പൊ ഒന്നിൽ പാർലമെന്റിനോട് കളവ് പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന് പറയണം, അല്ലാതെ ഇവർ ഈ 468 കോടിയുടെ കണക്ക് എന്താ പറയുന്നത്? ഇവരിപ്പോ പറയുന്നത് ഞങ്ങളാണല്ലോ സമരത്തിന്റെ വെടിക്കെട്ടുകാര്, അതുകൊണ്ട് ഞങ്ങളില്ലാതെ എന്ത് സമരം, ഇത് വെറും ഉടുക്കാണ് എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അരാജകവാദി, എന്താ രാജാവിനെ മുന്നിൽ നിർത്തിയ സമരം ചെയ്യാൻ പാടുള്ളൂ? ഇവർ പെമ്പള ഒരുമ സമരത്തെ കുറിച്ച് ഇവര് പറയുന്ന എളമരം കരീമായാലും ഗോപിനാഥ് ആണെങ്കിലും പറയുന്ന അഭിപ്രായം അല്ലായിരുന്നല്ലോ VS അച്യുതാനന്ദനുള്ളത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാവും തൊഴിലാളി നേതാവും ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം പെമ്പള ഒരുമ സമരത്തെ എങ്ങനെയാ കണ്ടതെന്ന് കേരളത്തിൽ അറിയാമല്ലോ. എന്നിട്ട് ഈ പെമ്പള ഒരുമ സമരത്തിന്റെ നേതാക്കന്മാരെ ഗോമതിയെ CPMലും ലിസിയെ CPIയിലും എടുത്തിട്ട് ആ മൂവ്മെന്റിനെ സ്പ്ലിറ്റ് ചെയ്തത് ആരാണ്? ഈ അരാജകവാദികളെ എന്തിനാണ് ഇൻഹൗസ് എടുത്തത്? അപ്പൊ ഇവര് പറയുന്നത് മുഴുവൻ ഇവരുടെ പ്രാഥമികമായിട്ട് നേരത്തെ തൊഴിലാളി സംഘടനകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആര് ഭരിച്ചാലും പ്രാഥമികമായ ഞങ്ങളുടെ കടമ കർത്തവ്യം തൊഴിലാളികളോടാണെന്നാണ്. ഇപ്പൊ ഇവർ 2 നേതാക്കന്മാരും പ്രഖ്യാപിക്കുന്നത് പ്രാഥമികമായ ഞങ്ങളുടെ കടമ ഈ സർക്കാരിനെ സംരക്ഷിക്കലാണെന്നാണ്. അതിനുവേണ്ടി കള്ളം പറയുകയാണ്. ഈ ഓണറേറിയം കൊടുക്കേണ്ട 7000 രൂപ കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. അതിൽ കേന്ദ്ര വിഹിതം ഇല്ല. കേന്ദ്ര വിഹിതം 7000-ന് പുറത്തു വരുന്ന കാര്യങ്ങളിലാണ്. സംസ്ഥാന സർക്കാർ ഈ തുക കൂട്ടിക്കൊടുക്കാതിരിക്കുന്നതിനും ഈ നിലവിൽ കുടിശ്ശിക വരുത്തുന്നതിനും വേറെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. അത് അവിടെ ഒരു ജീവനക്കാരെ നിയമിക്കാൻ അവർക്ക് കേന്ദ്രത്തിന്റെ അനുമതിയൊന്നും വേണ്ട. കേന്ദ്രത്തിന്റെ ഒരു സ്കീമിൽ പെടുത്തി അത്തരം ആൾക്കാർക്ക് അഡീഷണൽ വരുമാനം വരുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും PSC വഴിയും അല്ലാത്തവർക്ക് നിയമാനുസൃതം ഗവൺമെന്റിന് ശമ്പളം നൽകാൻ കഴിയുമോ എന്ന് ബഹുമാനപ്പെട്ട എളമരം കരീം ലേഖനത്തിൽ ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, സംസ്ഥാനത്ത് PSC വഴിയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും വഴി വന്നവർക്ക് മാത്രമാണോ നിയമാനുസൃതം സർക്കാർ ശമ്പളം കൊടുക്കുന്നത്?